Hello friends, Technique Malayalamത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ അൺബോക്സിംഗ് ചെയ്യാൻ പോകുന്നത് Redmi Note 11 സീരീസിലെ ഒരു പുതിയ ഡിവൈസ് ആണ് Redmi Note 11S. അപ്പോൾ Redmi Note 11ഉം Redmi Note 11Sഉം ആയിരുന്നു രണ്ടാഴ്ച മുമ്പേ Xiaomi അനൗൺസ് ചെയ്തത്. അപ്പോൾ Redmi Note 11S കുറച്ചും കൂടി പ്രൈസ് കൂടിയ ഡിവൈസാണ്. ഇതിനകത്ത് 90Hz AMOLED ഡിസ്പ്ലേ, അതേപോലെ ഇതിനകത്ത് 108 മെഗാപിക്സൽ പ്രൈമറി സെൻസർ, 5000 mAh കപ്പാസിറ്റി ബാറ്ററി, പിന്നെ നമുക്ക് കിട്ടുന്നത് Helio G96 ചിപ്പാണ്, 6GB RAM ആണ് തുടങ്ങുന്നത്. ഇതിൻ്റെ പ്രൈസിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് 16,499, അതായത് 16,499 രൂപയാണ് ഇതിൻ്റെ പ്രൈസിങ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. ഡീറ്റെയിൽഡ് ആസ്പെക്ട്സ്, ക്യാമറ സാമ്പിൾസ് എല്ലാം തന്നെ നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നതാണ്. അപ്പോൾ Redmi Note 11Sൻ്റെ അൺബോക്സിങ് തുടങ്ങാം. അപ്പോൾ അതിന് മുമ്പായിട്ട് ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതേപോലെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. Redmi Note 11Sൻ്റെ ബോക്സ് പാക്കേജാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്നത് ബ്ലാക്ക് കളറാണ്, വേറെയും കളേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് എഴുതിയിരിക്കുന്നതാണ് 108 മെഗാപിക്സൽ ക്വാഡ് ക്യാമറ സെറ്റപ്പാണ്, 90Hz ഫുൾ HD പ്ലസ് AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. ബാക്ക് പാനലിൽ ബോക്സിൻ്റെ ബാക്കിൽ കാര്യമായ സ്പെക്സ് എല്ലാം തന്നെ എഴുതിയിട്ടുണ്ട്. Helio G96 3GB വെർച്വൽ റാം ഇൻക്ലൂഡഡ് ആണ്, 16 മെഗാപിക്സൽ AI സെൽഫി ക്യാമറ, ഡ്യുവൽ സ്പ്ലിറ്റ് fast charging technology, high-res audio certification, side-mounted fingerprint scanner, liquid cooling technology, dual stereo speakers, IR remote, Z-axis linear motor, പിന്നെ കോർണിംഗ് ഗോറില്ല ഗ്ലാസ് പ്രൊട്ടക്ഷനും ഡിസ്പ്ലേയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് സ്പേസ് ബ്ലാക്ക് എന്ന് പറഞ്ഞ കളറാണ്, 6GB റാമും 128GB സ്റ്റോറേജുമാണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പോൾ നമുക്ക് വളരെ ക്വിക്കായിട്ട് അൺബോക്സിങ്ങിലേക്ക് കിടക്കാം. അപ്പോൾ ബോക്സ് ആദ്യം തന്നെ തുറക്കാം. ബോക്സ് തുറക്കുമ്പോൾ നമുക്ക് കാണുന്നത് പവേർഡ് ബൈ റെഡ്മി എന്ന് പറഞ്ഞ ബ്രാൻഡിങ് ആണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് കിട്ടുന്നത് ഒരു കേസ്, TPU കേസും റെഡ്മീൻ്റെ ബാക്കി ഡീറ്റെയിൽസൊക്കെ വരുന്ന ഒരു ക്വിക്ക് മാനുവലാണ് വരുന്നത്. നമുക്കിവിടെ ഡെഡിക്കേറ്റഡ് SD കാർഡ് സ്ലോട്ട് ഇൻക്ലൂഡഡ് ആണ്, അത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പിന്നെ സാർ വാല്യൂ ഇൻട്രസ്റ്റഡ് ആയിരിക്കും. ഹെഡ് സാർ 0.857, ബോഡി സാർ 0.856 ആണ് വരുന്നത്. പിന്നെ സിം ഇജക്റ്റ് പിന്നും കാണാം. പിന്നെ നമുക്ക് കിട്ടുന്നത് ഡിവൈസാണ്. ഡിവൈസ് ഒന്ന് മാറ്റി വയ്ക്കാം. ബാക്കി വരുന്നത് ഒരു USB Type-C കേബിളാണ്, ചാർജിങ് കേബിളാണ്, സ്റ്റാൻഡേർഡ് റെഡ്മീൻ്റെ കേബിളാണ് വരുന്നത്. പിന്നെ നമുക്കൊരു അഡാപ്റ്ററാണ്, ഇത് 33 വോൾട്ട് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്ന അഡാപ്റ്ററാണ്. അപ്പോൾ ഇത്രയാണ് ബോക്സിനകത്ത് വരുന്നത്. നമുക്ക് ഡിവൈസ് ഒന്ന് ബൂട്ട് ചെയ്തിട്ട് അതിൻ്റെ വിശേഷങ്ങൾ പറയാം. അപ്പോൾ ഇതാണ് Redmi Note 11S നമ്മൾ ബൂട്ട് ചെയ്തിരിക്കുകയാണ്. നല്ല ഒരു ഡിസ്പ്ലേ ക്വാളിറ്റിയാണ് കാണാം. മുകളിലത്തെ ബെസിൽസ് കുറവാണ്, താഴെ അത്യാവശ്യം ബെസിൽസ് ഉണ്ടെങ്കിലും ഒരു ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ വേണ്ട ഒരു മിനിമലിസ്റ്റിക് ഡിസൈനൊക്കെ കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട് പാനൽ ഡിസൈനും കുഴപ്പമില്ല. പഞ്ച് ഹോൾ സെൽഫി ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. നല്ലൊരു AMOLED ഡിസ്പ്ലേ ആണ്, നല്ല ടച്ച് റെസ്പോൺസാണ്, കോർണിംഗ് ഗോറില്ല ഗ്ലാസ് സപ്പോർട്ട് ഉണ്ട്, അതേപോലെ 90Hz റിഫ്രഷ് റേറ്റും കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് സൈഡിൽ ഡിഫറൻസ് എന്താ വെച്ചാൽ ഫ്ലാറ്റ് ആണ്, കേർവ്ഡ് അല്ല, ഫ്ലാറ്റ് സൈഡ് പാനൽസ് ആണ് 4 ഭാഗത്തും കൊടുത്തിരിക്കുന്നത്. അത് Redmi Note 11 പോലെ തന്നെയാണ് നമുക്ക് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ സിം ട്രേ കാണാം, അതേപോലെ ഇവിടെ ഫിംഗർ പ്രിൻറ്റ് സെൻസറുണ്ട്, വോളിയം റോക്കർ കീസും കാണാം. മുകൾ ഭാഗത്ത് സ്പീക്കർ യൂണിറ്റും 3.5mm ഓഡിയോ ജാക്കും IR ബ്ലാസ്റ്ററുമാണ് വരുന്നത്. താഴത്തെ പാനലിൽ നമുക്ക് USB Type-C പോർട്ടും വീണ്ടും സ്പീക്കേഴ്സാണ്. അപ്പോൾ ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സാണ് വരുന്നത്. പിന്നെ നമുക്ക് ബാക്ക് പാനലിൽ ക്യാമറ ലേഔട്ട് കാണാം. വളരെ നല്ലൊരു ഫിനിഷുമാണ് കൊടുത്തിരിക്കുന്നത്. ഇത് ആക്ച്വലി ഒരു മാറ്റ് ഫിനിഷാണ്, ഗ്ലാസ് അല്ല, ഒരു മാറ്റ് ഫിനിഷാണ് വരുന്നത്. എങ്കിലും നല്ലൊരു ക്വാളിറ്റി മാറ്റ് ഫിനിഷാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. ക്യാമറ ലേഔട്ട് കണ്ടില്ല, 108 മെഗാപിക്സൽ പ്രൈമറി സെൻസറും പിന്നെ 8 മെഗാപിക്സൽ അൾട്രാ വൈഡും മാക്രോ സെൻസറും അതേപോലെ ഡെപ്ത് സെൻസറുമാണ് വരുന്നത്. മാക്രോ സെൻസർ 2 മെഗാപിക്സലേ ഉള്ളൂ, അതാണ് ഒരു ചെറിയ ഡിസപ്പോയിൻറ്റിങ് ആസ്പെക്ട് എന്ന് പറയാവുന്നത്. ടെലി മാക്രോ ലെൻസ് ഇല്ല. റെഡ്മി ബ്രാൻഡിങ് ആണ്. നല്ലൊരു മാറ്റ് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്, നല്ലൊരു ക്വാളിറ്റി മാറ്റ് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ നല്ലൊരു ലൈറ്റ് വെയ്റ്റ് ഡിസൈനും വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. നല്ലൊരു ഇൻ ഹാൻഡ് ഫീലും എല്ലാം കൊണ്ടും തന്നെ നല്ലൊരു ഫീലുണ്ട് ഈ ഡിവൈസിന്. ഹെവിനെസ് ഇല്ല, കോമ്പാക്റ്റ് ആണ്, അതേപോലെ സ്ലിം ഡിസൈനാണ്, എല്ലാം കൊണ്ടും തന്നെ നല്ലൊരു ഇൻ ഹാൻഡ് ഫീലാണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഡിസൈൻ ആൻഡ് ബിൽഡ് ക്വാളിറ്റിയെ കുറിച്ച് എനിക്ക് കംപ്ലയിൻസ് ഒന്നും തന്നെ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഡിസ്പ്ലേ ക്വാളിറ്റി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല ബ്രൈറ്റ് ആൻഡ് വിവിഡ് ഡിസ്പ്ലേ ആണ്. സാധാരണ നമ്മൾ AMOLEDൽ കാണുന്ന പോലെ തന്നെ വളരെ ബ്രൈറ്റ് ആൻഡ് വിവിഡ് ഡിസ്പ്ലേ ആണ്. നമുക്ക് സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ ഡിസ്പ്ലേ സെറ്റിങ്സിൽ നമുക്കിവിടെ കളർ സ്കീം ചേഞ്ച് ചെയ്യാം. അതേപോലെ റിഫ്രഷ് റേറ്റ് 90Hz വേണമെങ്കിലും 60Hz വേണമെങ്കിലും നമുക്കിവിടെ സെറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആ ഓപ്ഷൻസ് എല്ലാം തന്നെ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. പിന്നെ ഡാർക്ക് മോഡ് ഉണ്ട്, ബാക്കി എല്ലാ ഫീച്ചേഴ്സും തന്നെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ MIUI 12.5 അല്ല ഇതിനകത്ത് വരുന്നത്. ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആസ്പെക്ട് എന്ന് പറഞ്ഞാൽ MIUI 13ലേക്ക് ഷിഫ്റ്റ് വന്നിരിക്കുകയാണ്. നമ്മൾ Redmi Note 11 കണ്ട പോലെ തന്നെ Redmi Note 11Sലും MIUI 13.0.2 ആണ്. ആൻഡ്രോയിഡ് വേർഷൻ 11 ആണ്, അതൊരു ഡിസപ്പോയിൻറ്റിങ് ആസ്പെക്ട് തന്നെയാണ്. പിന്നെ 6GB റാമും 2GB അഡീഷണൽ റാമും നമുക്ക് വെർച്വൽ റാം കിട്ടുന്നുണ്ട്. Helio G96 ഒക്ടോകോർ പ്രോസസ്സർ, മാക്സ് ക്ലോക്ക് സ്പീഡ് 2.05 ആണ് ഗേർട്സ് ആണ് വരുന്നത്.
അപ്പോൾ ഇതാണ് MIUI കുറിച്ച് പറയുന്നത്. പിന്നെ നമുക്ക് MIUI എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്, അഡീഷണൽ ഫീച്ചേഴ്സ്. ഒരു സൈഡ് ബാർ എന്ന് പറഞ്ഞ ഫീച്ചറുണ്ട്, ഇത് MIUI 13 ഫീച്ചറാണ്. പക്ഷേ MIUI 13 അധികം വിഷ്വൽ ചേഞ്ചസ് ഒന്നും തന്നെ വരുന്നില്ല. വിഡ്ജറ്റ്സിന് കുറച്ച് ഡിഫറൻസ് ഉണ്ട്, ബാക്കിയെല്ലാം കൊണ്ടും തന്നെ MIUI 13 നല്ല. പിന്നെ പ്രത്യേകിച്ച് നല്ലൊരു ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട് എന്ന് പറഞ്ഞാൽ പെർഫോമൻസ് ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉണ്ട്, അതേപോലെ ബഗ് ഫിക്സസ് ഉണ്ട്, മെമ്മറി മാനേജ്മെൻറ്റ് ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ട്. ഇതൊക്കെയാണ് MIUI 13 ഉള്ള മേജർ ചേഞ്ചസ് വരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് MIUI 13 കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ വിശദമായി ടെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് പറയാൻ സാധിക്കുള്ളൂ. പിന്നെ ഇതിൻ്റെ ക്യാമറയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിനകത്ത് വരുന്നത് 108 MP പ്രൈമറി സെൻസറും, പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു ക്യാമറ സെറ്റപ്പ് ക്വാഡ് ക്യാമറ സെറ്റപ്പാണ്. 16 MP സെൽഫി ക്യാമറയാണ്. വീഡിയോ റെക്കോർഡിംഗ് ആണെങ്കിൽ 30 FPS 1080p മാത്രമേ ഉള്ളൂ. അത് വീണ്ടും ഒരു ഡിസപ്പോയിൻറ്റിംഗ് ആണ്. 60 FPS കൊടുക്കാമായിരുന്നു. പിന്നെ നമുക്ക് ഫോട്ടോ മോഡ്, പോർട്രേറ്റ് മോഡ്, അതേപോലെ അഡീഷണൽ ഓപ്ഷൻസ് എല്ലാം തന്നെ ഉണ്ട്. AI വാട്ടർമാർക്ക്, മാനുവൽ മോഡ് ഉണ്ട്, നൈറ്റ് മോഡ് ഉണ്ട്, അങ്ങനെ ഓപ്ഷൻസ് എല്ലാം തന്നെ കാണാൻ സാധിക്കും. AI HDR മോഡ് എല്ലാം തന്നെ കിട്ടുന്നതാണ്. നമുക്ക് കുറച്ച് ക്യാമറ സാമ്പിൾസ് കാണാം. എനിക്ക് ഫസ്റ്റ് ഇംപ്രഷൻസ് എനിക്ക് ക്യാമറ ഇഷ്ടപ്പെട്ടു. കുഴപ്പമില്ലാത്ത നല്ലൊരു ക്യാമറയാണ്, നല്ല ഡീറ്റെയിൽസ് ഉണ്ട്, അതേപോലെ നല്ല ബ്രൈറ്റ് ആൻഡ് വിവിഡ് ഇമേജസ് ആണ് വരുന്നത്. ഷാർപ്പ്നെസ് ലെവൽസ് കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യാമെന്ന് എനിക്ക് തോന്നുന്നു. എങ്കിലും എൻ്റെ ഒരു ഫസ്റ്റ് ഇംപ്രഷനാണ്. കൂടുതൽ ടെസ്റ്റ് ചെയ്ത് ഞാൻ ഡീറ്റെയിൽ ആയ ക്യാമറ റിവ്യൂ പോസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ സ്റ്റേ ട്യൂൺ ഫോർ ദാറ്റ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഈ ക്യാമറ സെറ്റപ്പ്. പിന്നെ എത്രത്തോളം നല്ലതാണെന്നുള്ളത് നമ്മൾ കൂടുതൽ ടെസ്റ്റ് ചെയ്താലേ പറയാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് Redmi Note 11S എന്നിടത്തെ ക്യാമറ സാമ്പിൾസ്. ഇനി ഇതിനകത്ത് വരുന്നത് 5000 mAh കപ്പാസിറ്റി ബാറ്ററിയാണ്, 33 വാട്ട് ഫാസ്റ്റ് ചാർജിംഗ് ആണ് വരുന്നത്. അപ്പോൾ Redmi Note 11 പോലെ തന്നെ Note 11Sലും സെയിം ചാർജിങ് സ്പീഡ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓൾമോസ്റ്റ് ലൈക്ക് 1 hourൽ നമുക്ക് ചാർജിങ് കിട്ടുന്നതാണ് എനിക്ക് തോന്നുന്നത്. 33 വാട്ട് ചാർജിങ് ആണ്. പിന്നെ ബാറ്ററി പെർഫോമൻസ് നമുക്ക് നല്ല രീതിയിൽ എക്സ്പെക്ട് ചെയ്യാം. Redmi Note 11 അത്ര കിട്ടുമെന്ന് എനിക്കറിയില്ല, കാരണം അത് 6 നാനോമീറ്റർ ചിപ്പായിരുന്നു, ഇത് 12 നാനോമീറ്ററാണ്. അപ്പോൾ ആ ഒരു ഈ ബാറ്ററി എഫിഷ്യൻസി നമുക്ക് തീർച്ചയായിട്ടും ഡിഫറൻസ് വരാൻ ചാൻസ് ഉണ്ട്. എങ്കിൽ നമ്മൾ ടെസ്റ്റ് ചെയ്താൽ ഇത് പറയാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഇതായിരുന്നു Redmi Note 11Sൻ്റെ ഒരു അൺബോക്സിങ് ആൻഡ് ഓൺ വീഡിയോ. ഇതിന് പ്രത്യേകത എന്ന് വെച്ചാൽ 108 MP സെൻസർ ഉണ്ട്, 90 Hz AMOLED ഡിസ്പ്ലേ ഉണ്ട്, വളരെ നല്ല ഒരു ഡിസൈൻ ആൻഡ് ബിൽഡ് ക്വാളിറ്റിയാണ്, അത്യാവശ്യം നല്ല ക്യാമറ സെറ്റപ്പാണ്, നല്ല ബാറ്ററി ഉണ്ട്, അതേപോലെ 33 വാട്ട് ചാർജിങ്ങും ഉണ്ട്, MIUI 13 ഉണ്ട്. ഇനി ഇതിൻ്റെ ഫസ്റ്റ് ഇംപ്രഷൻസിലെ പോരായ്മകൾ എന്ന് പറയാവുന്നത്, ഒന്ന് ഇതിനകത്ത് 2 MP ടെലിമാക്രോ 2 MP മാക്രോ ആണ്, 5 MP ടെലിമാക്രോ അല്ല. രണ്ടാമത്തെ Android 11 ഉള്ളൂ, Android 12 കൊടുക്കാമായിരുന്നു, കാരണം 2022 ഇറങ്ങുന്ന ഒരു ഫോൺ ആയതുകൊണ്ട് തന്നെ. ഇതാണ് എനിക്ക് ഫസ്റ്റ് ഇംപ്രഷൻസ് തോന്നിയത്. അപ്പോൾ Redmi Note 11Sലെ ഫസ്റ്റ് സെയിൽ Feb 21 വരുന്നത്, അതായത് ഇന്നാണ് സെയിൽ വരുന്നത്. ഇതിൻ്റെ പ്രൈസിംഗ് എന്ന് പറഞ്ഞാൽ 6GB റാമാണ് തുടങ്ങുന്നത്. 6GB 64GB 16500 16500 17500 128GB സ്റ്റോറേജ് കിട്ടും. അതേപോലെ 18500 8GB റാമും 128GB സ്റ്റോറേജുമാണ്. അങ്ങനെ 3 വേരിയൻ്റാണ് വരുന്നത്. അപ്പോൾ ഇതായിരുന്നു Redmi Note 11Sൻ്റെ അൺബോക്സിംഗ് ഹാൻഡ്സ് ഓൺ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നിരിക്കുന്നു. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ ഇൻ അവർ നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.